ഇന്നലെയല്ല ശരിക്കും മിനിയാന്നാണ് ഒരു ചാനൽ വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത പുറത്തുവിടുന്നു. ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റും പുറത്തുവിടുന്നു. പുറത്തുവിട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനോട് പോയി ചോദിക്കുന്നു, അത് തന്നെ ഒരു നൈതികത ഉള്ള ചാനൽ പ്രവർത്തനമല്ല, ചാനൽ സംസ്കാരവുമല്ല, ഒരു പത്ര സംസ്കാരവുമല്ല. ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ജേർണലിസ്റ്റിൻ്റെ പണിയാണ് ചെയ്യുന്നത്. ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടത്തിൽ നിർത്തുന്ന, വ്യക്തികളെ പ്രതിക്കൂട്ടത്തിൽ നിർത്തുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ എൻ്റെ വാട്സപ്പിൽ വരാറുണ്ട്. എനിക്ക് ആളുകൾ വിളിച്ച് പറയാറുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നത്, ആരാണോ അപ്പുറത്തെ സൈഡ്, ഒരു പ്രതിയാണ് വിളിച്ച് പറയുന്നതെങ്കിൽ വാദിയാണ് വിളിച്ച് പറയുന്നെങ്കിൽ പ്രതിയോട് ഞാൻ ചോദിക്കുകയും അങ്ങനെ ചോദിച്ചിട്ട് അവരുടെ വെർഷൻ കൂടി എടുത്തിട്ടേ ചെയ്യാറുള്ളൂ. ഇനി അവരെ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അവരെ ബൈറ്റ് കിട്ടുന്നില്ല, അവരുടെ വിവരം കിട്ടുന്നില്ല, അത് പറയും രാഹുൽ മാങ്കൂട്ടത്തിനെ കോണ്ടാക്ട് ചെയ്തു, അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിന് പകരം അത് കൊടുത്തതിന് ശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ചെന്ന് കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വർത്തമാനം പറയുന്നത് ഒരു നീതിയാണ്, കാട്ടുനീതിയാണ്. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, മുഖ്യമന്ത്രിക്കല്ല സാധാരണക്കാരൻ പരാതി കൊണ്ട് കൊടുക്കണം. മുഖ്യമന്ത്രി ഒരു പൊട്ട പരാതി പോലും മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ IPC അനുസരിച്ചോ ന്യായ സംഹിത അനുസരിച്ചോ വകുപ്പില്ല. മുഖ്യമന്ത്രിക്ക് ആകപ്പാടെ സ്വീകരിക്കാൻ പറ്റുന്നത് നിവേദനങ്ങളാണ്. അപേക്ഷകളും നിവേദനങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാം. നിവേദനങ്ങൾ പരാതി രൂപത്തിലുള്ള പരാതികൾ നിവേദന രൂപത്തിൽ വന്നാൽ അത് DGPക്ക് കൊടുക്കാം, ആർക്കുവേണ കൊടുക്കാം. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ MLAയുടെ അങ്ങനെ നമ്മൾ കൊടുക്കാമല്ലോ. എനിക്ക് ആരുമില്ല, നിങ്ങളെ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ കൊണ്ട് കൊടുക്കാം. അത് ഒരു വിഷയം. രാഹുലിന്റെ വക്കീൽ പറയുന്നത് ഇത് തന്നെയാണ്. സരിതയുടെ കേസിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട കേസുകളിലൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ട് പരാതി കൊടുക്കുകയും അത് പിന്നെ വലിയ വാർത്തയാക്കുകയും ഒക്കെ വരും. അല്ലെങ്കിൽ സാധാരണ പോലീസ് എവിടെയാണോ ഒക്കറൻസ് ഉണ്ടായത്, സംഭവം ഉണ്ടായത്, ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന പോലീസ് സ്റ്റേഷൻ, അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. സംഭവം ഉണ്ടായ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനാണ് പ്രധാനം. അവിടെ വെച്ചുകൊണ്ട് എറണാകുളം ഹോട്ടലിൽ വെച്ചാണ് ഇവർ ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നതെങ്കിൽ ആ ഹോട്ടലിൽ വെച്ച് അതിൻ്റെ ചുറ്റുമുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് ആ കേസിൽ അന്വേഷണം നടത്തണം. നടന്നില്ലെങ്കിൽ മുകളിലോട്ട് വന്ന് ആഭ്യന്തരമന്ത്രിക്ക് വരെ പരാതി കൊടുക്കാം. ആഭ്യന്തരമന്ത്രിക്ക് കൊണ്ട് പരാതി, ഇങ്ങനെ കേസ് കൊടുത്തു, ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പേ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു കേസ്. പക്ഷെ ഇവിടെ 3 മാസം മുമ്പ് നടന്നൊരു കാര്യം, ശബരിമലയുടെ ഹോട്ട് പൊസിഷനിൽ നിൽക്കുമ്പോൾ, ശബരിമല വാർത്തയിൽ ഓരോരുത്തരും അകത്താക്കി ക്യൂവിൽ കയറി നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുലിന്റെ വക്കീലിന്റെയും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ വാദം. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു കോൺസ്പിറസി ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ, രാഹുലിന്റെ ഭാഗത്തേക്കുള്ള ഒരു വിഷയം ഞാൻ പറയാം. അതിനെ 3 രീതിയിൽ സമീപിക്കണം. നമ്മളൊരു വിഷയത്തെ സമീപിക്കേണ്ടത് കാടടച്ചുകൊണ്ട് സമീപിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സമീപിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്തെന്ന് ആദ്യം പരിശോധിച്ചിട്ട് നിയമം നോക്കാം. തെറ്റെന്ന് പറയുന്നത്, അദ്ദേഹം പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. പൊതുരംഗത്ത് നിൽക്കുന്നവർ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സാധാരണ മനുഷ്യർ ഈ 2 കാര്യം ചെയ്തില്ലെങ്കിലും നമ്മൾ സഹിക്കും. എത്രയോ സിനിമാ നടന്മാർ, വളരെ പ്രസിദ്ധരായിട്ടുള്ള സിനിമാ നടന്മാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, സിനിമാ നടന്മാർ, നടിമാർ ഒക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്, പരപുരുഷ ബന്ധമുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരം ഞങ്ങൾ പലരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്കെന്താ? ശരിയാണ്, നമുക്കെന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും പ്രായപൂർത്തിയായവർ ഹോട്ടലിൽ പോയോ വീട്ടിൽ പോയപ്പോൾ റെയ്ഡ് പോലും നടത്തുന്ന പാടില്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്ന കോടതിയൊക്കെ. റെയ്ഡിന് പോലും സാധ്യതയില്ല. പണ്ടാണെങ്കിൽ ഭാര്യ മറ്റൊരാളോടൊപ്പം പോയ ഭർത്താവിന് പരാതി കൊടുക്കാൻ തിരിച്ചു കൊടുക്കാം. അപ്പൊ അതുപോലും അത്തരം കേസുകൾ പോലും കോടതി എന്റർടൈൻ ചെയ്യുന്നില്ല. ആ കാലഘട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് രാഹുൽ ഇത് ചെയ്തിട്ടുള്ളതെങ്കിലും, അങ്ങനെയാണ് രാഹുലിന്റെ വാദമെങ്കിലും അതിൽ ഒരു കോഷൻ എടുക്കേണ്ടിയിരുന്നില്ലേ? ഒന്നാമത്തെ വിഷയം, രാഹുൽ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആള് തീർച്ചയായിട്ടും മാനിക്കേണ്ടുന്ന ചില പൊതു കോഡുകളുണ്ട്. അത് നിയമമല്ല, ഞാൻ ഈ പറഞ്ഞ നിയമത്തിലേക്ക് വരാം. പൊതു കോഡ് എന്താണ്? സത്യസന്ധനായിരിക്കണം, സ്വഭാവശുദ്ധിയുള്ള ആളായിരിക്കണം, അഴിമതിക്കാരനാകരുത്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളാകരുത്, കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളാകരുത്, പണം കക്കുന്ന ആളാകരുത്. ഇങ്ങനെയുള്ള ചില എഴുതപ്പെടാത്ത സോഷ്യൽ കോണ്ടാക്റ്റുകൾ, ബിഹേവിയറൽ കോണ്ടാക്ട് ഉള്ളവരെയാണ് നമ്മൾ നല്ല നേതാക്കളെ വെക്കുന്നത്. ഇത് പാലിച്ചുകൊണ്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന്
അതിൻ്റെ ആ ഒരു ആദർശാത്മക ജീവിതം നയിക്കുന്നവരാണ് പൊതു ജീവിതം നയിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ സിദ്ധാന്തം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടു. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇനി നിയമത്തിലേക്ക് വരുമ്പോൾ, ഈ സ്ത്രീ വിവാഹം കഴിച്ചതിന് ശേഷം വേറൊരാളുടെ വിവാഹം കഴിച്ചു. ഈ പറയുന്ന അതിജീവിതയായിട്ട് നിൽക്കുന്ന ആൾ, പേരൊന്നും നമ്മൾ പറയുന്നില്ല, വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം അത് മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധം സ്ഥാപിക്കുന്നു. എന്തായിരുന്നു ലക്ഷ്യം? ഒന്ന് ട്രാപ്പിംഗ് ആണോ, അതോ പണമാണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അദ്ദേഹം കാണാനൊക്കെ ഒരു കരിസ്മാറ്റിക് ലീഡറല്ലേ, അങ്ങനെ ഒരു ലീഡറുമായി ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണോ? എന്താണ് വനിതയുടെ മോട്ടിവേഷൻ? അവർ കല്യാണം കഴിക്കാനാണെങ്കിൽ എളുപ്പമല്ല. അവർക്കറിയാം അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് ഡൈവോഴ്സ് ചെയ്യാതെ ഇവിടെ ഒരു കല്യാണം നടത്തുക ഹിന്ദു ആക്ട് എന്നനുസരിച്ച് എളുപ്പമല്ല, മറ്റ് ആക്ട് മാരേജ് ആക്ട് അനുസരിച്ച് എളുപ്പമല്ല. അപ്പൊ കല്യാണമല്ല ലക്ഷ്യം. പിന്നെ ലക്ഷ്യം എന്താണ്? പണമാണോ? ഒന്നാമത്തെ കാര്യം പണമാണെങ്കിൽ പണം ചോദിച്ചോ. രണ്ടാമത് ലൈംഗികമായിട്ടുള്ള ഒരു സുഖമാണോ, ഒരു പുരുഷന് സ്ത്രീയോട് തോന്നാവുന്ന, സ്ത്രീക്ക് പുരുഷനോട് തോന്നാവുന്ന ഒരു ബന്ധമാണോ, അതല്ലെങ്കിൽ ഒരു തമാശയാണോ? ഇങ്ങനെ ഒന്ന് ട്രാപ്പ് ചെയ്യാം. ട്രാപ്പ് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാം. പണം വേണമെങ്കിൽ പണം ചോദിക്കാം. മറ്റൊരാൾ ഇയാളെ ഈ കാര്യങ്ങൾ എടുത്തു വെച്ച്, വാട്സപ്പ് ചാറ്റും ഫോണിനൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിന് കൊടുത്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത വികാരത്തിലാണോ ഈ അതിജീവിത ഇതൊക്കെ ചെയ്തത്? അതൊരു പ്രധാനപ്പെട്ട കേസ്. ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ ഇത് നടക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ റേപ്പ് അല്ലാത്ത ലൈംഗിക ബന്ധപ്പെടലെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ നടക്കൂ, അങ്ങനെ നടക്കൂ. അപ്പൊ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ 2 ഭാഗത്തും ഒരു സുഖം കിട്ടുന്നുണ്ട്, 2 പേരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് റേപ്പായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഹൈക്കോടതികളുടെയൊക്കെ 2025 വരെയുള്ള വിധി. 1-2 വിധിയല്ല, 2025 വരെയുള്ള നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ഭാര്യയും ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ അതിനെ നമുക്ക് കേസായിട്ട് എടുക്കാൻ പറ്റില്ല. ആ സ്ത്രീക്ക് പിന്നെ ഒരു നിയമത്തിന്റെ ആനുകൂല്യമില്ല. പക്ഷെ വേറൊരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രേരണ കിടക്കുകയാണെങ്കിൽ അവിടെ ചീറ്റിങ്ങിന്റെ കേസ് വരും, സ്വാഭാവികമായിട്ട് വരും. കാരണം ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഒരു കോൺട്രാക്ട് വരികയാണ് അവിടെ. അതായത് ഞാൻ തന്നെ വിവാഹം കഴിച്ചോളാം, അല്ലെങ്കിൽ തന്റെ ഭാവി കൊച്ചിന്റെ പിതാവായിട്ട് ഞാൻ നിന്നോളാം, അല്ലെ മാതാവായിട്ട് ഞാൻ നിന്നോളാം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വഞ്ചിച്ചാൽ, പറ്റിച്ചാൽ വഞ്ചന കുറ്റം എടുക്കാം. പക്ഷെ ഇവിടെ അത് നിൽക്കാനുള്ള സാധ്യതയില്ല. പിന്നെ നിൽക്കാനുള്ള സാധ്യത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഗർഭചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു കുറ്റമാണ്, അതിന്റെ പ്രേരണയും വലിയ കുറ്റമാണ്. അപ്പോൾ CMന്റെ ഓഫീസിൽ നിന്ന് കിട്ടുപോയിരിക്കുന്ന ഒരു നിയമോപദേശം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ടയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സ്ത്രീകളോട് ഇടപെടുന്നതിലൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ്. പൊതുസമൂഹത്തോട് സിദ്ധാന്തമാണ് ഞാൻ പറയുന്നത്. പ്രയോഗം നിങ്ങൾക്ക് ജാമ്യം നിങ്ങൾക്ക് ഫോൺ ഓഫ് ചെയ്യാം, ഒളിച്ചു വയ്ക്കാം, നിങ്ങൾ ഒളിവിൽ പോകാം, പിന്നെ മുൻകൂർ ജാമ്യം എടുക്കാം, കോടതി കേസ് പറയാം, അതൊക്കെ നടന്നോട്ടെ. അത് നിയമത്തിന്റെ വഴിയാണ്. നിയമമൊക്കെ വന്നിട്ട് എത്ര കാലമായെന്നേ? ഭരണഘടന വന്നിട്ട് പോലും 47-ലല്ലേ വന്നത്, അല്ലെ 50-ലല്ലേ വന്നത്? എത്ര വർഷമായെന്നേ? 100 വർഷം ആയില്ലല്ലോ ഭരണഘടന പോലും വന്നിട്ട്. പക്ഷെ അല്ലാതെ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വളരെ ആശയപരമായ, ആദർശപരമായ ഒരു സോഷ്യൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. അത് പാലിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടിലല്ല നിൽക്കേണ്ടത്, നിങ്ങൾ വെളിച്ചത്ത് വരിക. വെളിച്ചത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പിന്നെ നിങ്ങൾ പൊതുസമൂഹത്തോട് പറയണം, ഇങ്ങനെ ഒരു ഖേദം പറയണം. ഇങ്ങനെ ഒരു സ്ത്രീ ഒരു പരാതിയുമായി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയോട് ഞാൻ മാപ്പ് പറയുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു. രണ്ടാമത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിയമത്തിന്റെ വഴിയിൽ പോകണം. അങ്ങനെ പോയി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരും മാപ്പ് പറയണം, ഞാൻ ഇത് അബദ്ധമാണ് തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കേവല നിയമത്തിന്റെ ഭാഗമായി രാഹുലും കാണരുത്. ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഭരണകക്ഷി ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള വാദത്തിനാണ് ഇപ്പോൾ കേരളത്തിൽ അപ്പർ ഹാൻഡ്. അത് ആന്റി ഇൻകംബൻസ്, ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് ശബരിമല വിഷയമൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ മറച്ചു വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ത്രീ വിഷയങ്ങൾ എടുത്തിട്ട്, മസാല പരിപാടികൾ എടുത്തിട്ട് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തെയും മീഡിയ അറ്റൻഷനും മാറ്റുന്നതിൽ ഗവൺമെന്റുകളും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അതിൽ നാലാംകിട രീതിയിലുള്ള മാധ്യമങ്ങൾ കൂടി ചെന്ന് വീണതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു മാധ്യമത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് പറയുന്നു, ഒരു മാധ്യമവും CMന്റെ ഓഫീസും കൂടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ മാധ്യമത്തിന്റെ പേരും അദ്ദേഹം പറഞ്ഞു അവസാനം വന്ന് റിപ്പോർട്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്.
സി മലയാളമാണോ റിപ്പോർട്ടറാണോ, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. എന്തായാലും ആരായാലും ഏത് മാധ്യമം ചെയ്താലും എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഏത് മാധ്യമം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഏത് മാധ്യമം ചെയ്താലും അത് അധമ മാധ്യമ പ്രവർത്തനമാണ്. ഇത് കേരള സമൂഹം രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ കേരള സമൂഹം രാഹുലിനെതിരാണ്. പക്ഷേ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നതിന് ഗവൺമെൻറ്റിനും ഈ മാധ്യമങ്ങൾക്കും എതിര് തന്നെയാണ് കേരളത്തിൻ്റെ പൊതു മനസ്സ്.